പാർട്ട് 1 തീർന്നില്ല, പാർട്ട് 2 ആയിട്ട് ബാക്കി. 451 നാമം സർവദർശി. സർവദർശി, ജഗത്തിലെ എല്ലാം കാണുന്നവൻ. ഭഗവാൻ സ്വാഭാവികമായും എല്ലാം കണ്ട് വിലയിരുത്തുന്നു. അതാണ് ഭഗവാൻ സഹസ്രാക്ഷൻ, സഹസ്രപാദ്, 1000 പാദങ്ങളും 1000 കണ്ണുകളും ഉള്ളവൻ എന്നൊക്കെ പറയുന്നത്. എല്ലായിടത്തേക്കും കണ്ണുണ്ട്. എല്ലാം കണ്ടിട്ട് ഭഗവാൻ അന്തര്യാമിയായി എല്ലാ ഭൂതങ്ങളിലും വസിച്ച് പാപപുണ്യങ്ങൾ സ്വാഭാവിക ജ്ഞാനത്താൽ അറിയുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് സർവദർശി. അടുത്ത നാമം വിമുക്താത്മാ. വിമുക്തനും ആത്മാവുമായിരിക്കുന്നവൻ. പരമാത്മാവ് ജഡങ്ങളായ ക്ഷേത്രശരീരങ്ങളിൽ കൂടി പ്രകാശിക്കുന്നുവെങ്കിലും അവയെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുകയല്ലാതെ ഒന്നിലും ബന്ധപ്പെടുന്നില്ല, ഒരു ബന്ധവുമില്ല. സ്വാഭാവികമായും മുക്തനായതുകൊണ്ട് അത് ആ ബന്ധങ്ങളിൽ നിന്നൊക്കെ മുക്തനാണ്. അതുകൊണ്ട് ഭഗവാന് വിമുക്താത്മാ എന്ന് പേര്. ഇനി മങ്ങാത്ത വിജ്ഞാനത്തോടു കൂടിയവനും ജന്മരഹിതനുമായ പരമാത്മാവിനെ 11 ദ്വാരങ്ങളോടുകൂടിയ പുരത്തിൽ, അതായത് ദേഹത്തിൽ ധ്യാനിച്ച് സാക്ഷാത്കരിക്കുന്നവർക്ക് പിന്നെ ദുഃഖമില്ല. അവർ അവിദ്യയിലെ ബന്ധനത്തിൽ നിന്ന് മുക്തരായി തീരുന്നു. അതുകൊണ്ട് ഭഗവാൻ വിമുക്താത്മാ. അടുത്ത നാമം സർവജ്ഞഃ. സർവദർശിയായവനും സകല ജ്ഞാനനിധിയായവനും. സർവ സൃഷ്ടികളും ആത്മാവ് തന്നെയാവുന്നു. ആ ആത്മാവ് എല്ലാ ജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടമാണ്. അപ്പോൾ സർവജ്ഞനെന്ന് ഭഗവാനെ സർവജ്ഞൻ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ എല്ലാ ഭൂതങ്ങളിലും ആത്മാവായിരുന്ന് എല്ലാ സൃഷ്ടികളും നടത്തുന്നതും ഭഗവാനാണ്. എല്ലാത്തിൻ്റെയും എല്ലാം കാണുന്നവനും ഭഗവാനാണ്, എല്ലാം അറിയുന്നവനും. സകല ജ്ഞാനനിധിയാണ് ഭഗവാൻ. അപ്പോൾ സർവജ്ഞൻ എന്ന് ശ്രുതികളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇതം സർവം യദയം ആത്മാ. ഈ കാണുന്നതെല്ലാം ആത്മാവ് തന്നെയാകുന്നു. ഇനി ഏഷ സർവേശ്വര പുരുഷ സർവജ്ഞ എന്ന് മാണ്ഡൂക്യ ഉപനിഷത്തിലുണ്ട്. അപ്പോൾ ഇവൻ എല്ലാത്തിനും ഈശ്വരനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്ന്. സാമാന്യ രൂപത്തിലും വിശേഷ രൂപത്തിലും എല്ലാം അറിയുന്നവൻ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് പേര് സർവജ്ഞ. യാ സർവജ്ഞ സർവവിതെന്ന് ശ്വേതാശ്വതര ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ചവനും സർവത്തെയും ശരിക്കറിയുന്നവനും മറ്റൊരു കാരണമില്ലാതെ സ്വയം ജനിച്ചവനും എല്ലാം ഭഗവാൻ തന്നെ. അടുത്ത നാമം ജ്ഞാനമുത്തമം. ഏറ്റവും ഉത്കൃഷ്ടമായ ജ്ഞാനം അത് ഭഗവാനാണ്. ഉത്തമമായ ജ്ഞാനമുള്ളവൻ. ജ്ഞാനം പരം അപരം എന്ന സർവ്വവിധ ജ്ഞാനങ്ങളിലും വെച്ച് ഉത്തമമായ ജ്ഞാനം സർവോത്തമവും നിത്യസിദ്ധവും ദേശം കാലം വസ്തു ഇവയാൽ ക്ലിപ്തപ്പെട്ടതുമായ സർവസാധക ജ്ഞാനമാണ് പരമാത്മാവ്. അപ്പം ഏത് ജ്ഞാനവും അതിൻ്റെ സ്ഫുരണം മാത്രമാണ്. എല്ലാം ഭഗവാൻ. ജ്ഞാനമുത്തമം. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ബ്രഹ്മം സത്യരൂപവും ജ്ഞാനസ്വരൂപവും അനന്തവുമാകുന്നു. ജന്തുക്കളുടെ അറിവ്, ദേശം കാലം വസ്തു ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത ഗുണാവേഷ്ടിതമായ മനസ്സ് എന്നിവയെ ആശ്രയിച്ച് അവയ്ക്ക് പൂർണ്ണത, അതായത് ആശ്രയിച്ചാണ് അവയ്ക്ക് പൂർണ്ണത കൊടുക്കുന്നത്. അപ്പം ദേശം കാലം അറിവ് വസ്തു ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത പിന്നെ ഗുണം മനസ്സ് ബ്രഹ്മം വിജ്ഞാന സ്വരൂപമായതുകൊണ്ടാണ് ജ്ഞാനമുത്തമം എന്ന് പേര്. ഭഗവാന് ജ്ഞാനമുത്തമം എന്ന് പേര്. ഇനി നമുക്ക് ഈ ഓരോ നാമങ്ങളുടെ ഒറ്റവാക്കി നോക്കിയിട്ട് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. യജ്ഞൈജ്യോ മഹേജ്യശ്ച കൃതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം.
അതായത് യജ്ഞൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നാമം യജ്ഞൻ, യജ്ഞസ്വരൂപൻ. രണ്ടാമത്തെ നാമം യിജ്യഹ, യജിക്കപ്പെടുന്നവൻ. മൂന്നാമത്തെ നാമം മഹേജ്യഹ, ശ്രേഷ്ഠനായ യിജ്യൻ, യജിക്കപ്പെടുന്ന എല്ലാ ദേവതകളിലും ശ്രേഷ്ഠൻ. അടുത്ത നാമം ക്രതു, യൂപസഹിതമായ യാഗമായവൻ. അടുത്തത് സത്രം, സത്തുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യജ്ഞം. അടുത്ത സദാംഗതി, സജ്ജനങ്ങളുടെ ഒരേ ഒരു ഗതി. അടുത്തത് സർവദർശി, പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും കാണുന്നവൻ. വിമുക്താത്മാ, വിമുക്തനും ആത്മാവുമായവൻ. സർവജ്ഞഹ, എല്ലാ സർവപ്രപഞ്ചമായും ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും സർവജ്ഞാനനിധിയുമായിരിക്കുന്നവൻ. അടുത്ത നാമം ജ്ഞാനമുത്തമം, ഉത്തമമായ ജ്ഞാനം, അത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാന് പേര് ജ്ഞാനമുത്തമം. ഇനി ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം എന്നാന്ന് നോക്കാം. യജ്ഞയിജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. ഇവിടെ എല്ലാ യാഗങ്ങളുടെയും രൂപത്തിലിരിക്കുന്നവനും മറ്റ് ദേവതകളെ യജിക്കുമ്പോൾ പരോക്ഷമായി യജിക്കപ്പെടുന്ന പരമാത്മാവായിരിക്കുന്നവനും അനശ്വരമായ മോക്ഷം നൽകുന്നവനും യൂപസഹിതമായ യാഗമായവനും സത്തുക്കളെ രക്ഷിക്കുന്നതിനുള്ള യജ്ഞവിശേഷമായ സത്രമായവനും മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യവും പ്രാപ്യസ്ഥാനവുമായവനും പ്രപഞ്ച വിഷയങ്ങളെല്ലാം കാണുന്നവനും ജഡശരീരങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് എങ്കിലും അതിൽ നിന്നെല്ലാം വിമുക്തനും ആത്മാവുമായിരിക്കുന്നവനും സകല ജ്ഞാനനിധിയായവനും ഉത്കൃഷ്ട ജ്ഞാനമായ പരബ്രഹ്മമായവനും ഭഗവാൻ തന്നെ. ഒരിക്കൽ കൂടി വായിച്ചർത്ഥം പറയാം. യജ്ഞയിജ്യോ മഹേജ്യശ്ച ക്രതുസത്രം സദാംഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. എല്ലാ യാഗങ്ങളുടെയും രൂപത്തിലിരിക്കുന്നവനും മറ്റ് ദേവതകളെ യജിക്കുമ്പോൾ പരോക്ഷമായി യജിക്കപ്പെടുന്ന പരമാത്മാവായിരിക്കുന്നവനും അനശ്വരമായ മോക്ഷം നൽകുന്നവനും യൂപസഹിതമായ യാഗമായവനും സത്തുക്കളെ രക്ഷിക്കുന്നതിനുള്ള യജ്ഞവിശേഷമായ സത്രമായവനും മോക്ഷം ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യവും പ്രാപ്യസ്ഥാനവുമായവനും പ്രപഞ്ച വിഷയങ്ങളെല്ലാം കാണുന്നവനും ജഡശരീരങ്ങളെ പ്രവർത്തിപ്പിക്കുന്നെങ്കിലും വിമുക്തനും ആത്മാവുമായിരിക്കുന്നവനും സകല ജ്ഞാനനിധിയായവനും ഉത്കൃഷ്ട ജ്ഞാനമായ പരബ്രഹ്മമായവനും ഭഗവാൻ വിഷ്ണു തന്നെ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വിഷ്ണു സഹസ്രനാമ പഠനം കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.